അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റേഷനരി വെച്ചിട്ടൊരു കിടിലൻ വൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ കുറച്ച് റേഷനരി, കുറച്ച് കറുത്ത മുന്തിരിയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അധികം ദിവസമൊന്നുമില്ല, ഒരു 21 ദിവസം മാത്രം കാത്തിരുന്നാൽ നല്ല കിടിലൻ വൈനായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വൈൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. നമ്മൾ ഈ വെള്ളം 3 ലിറ്റർ വെള്ളമാണ് ഇതിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് റേഷൻ അരിയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു അരി എന്ന് പറഞ്ഞാൽ പച്ചരിയാണ്, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, അത് 1 കപ്പ്. പിന്നെ നമുക്കൊരു 3/4 കപ്പ് കറുത്ത മുന്തിരി. അപ്പോൾ ഈ കറുത്ത മുന്തിരി നമ്മൾ നന്നായി കഴുകി ഒന്ന് ഉണക്കാൻ ശ്രമിക്കുക. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത മാതിരി വേണം നമ്മളിത് ഉണക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി വേണം. പിന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ വേണമെന്നില്ല, സാധാ ഈസ്റ്റ് ആണെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഈസ്റ്റ് കൂടെ നമുക്ക് വേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങാ നീര് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് പഞ്ചസാര കൂടെ എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കണക്കിന് എടുത്തിരിക്കുന്നത് 1.25 കിലോ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മളിപ്പോൾ എടുക്കുന്ന 1 കപ്പ് അരി അതുപോലെ 3 ലിറ്റർ വെള്ളത്തിനാണ് ഈ ഒരു കണക്ക്. ഇതുപോലെ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് എടുത്തു വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് ഇളം ചൂട് വെള്ളം കേട്ടോ, ഏകദേശം 1 കപ്പിൻ്റെ കുറവായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ നമുക്ക് മതിയാവും കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ഏകദേശം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ സൈഡിലോട്ട്. എന്തായാലും ഇതിപ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഭരണിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഗ്ലാസിൻ്റെ ഒരു ജാർ തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട, ഇതിൽ അച്ചാറൊന്നും ഇട്ട് വയ്ക്കാത്തൊരു ജാറ് വേണം എടുക്കാനായിട്ട് കേട്ടോ. കാരണം അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ വൈനൊക്കെ പുളിച്ചു പോകും. പിന്നെ അതുപോലെ ഒരു അടപ്പൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഭരണി ഒന്ന് തുറന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ നമ്മുടെ 1 കപ്പ് അരി ഉണ്ടല്ലോ, ഈ ഒരു അരി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. ഇതുപോലെ 1 കപ്പ് അരിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയ ബ്ലാക്ക് റൈസിൻ, അതായത് കറുത്ത മുന്തിരി, ഇതുകൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 3/4 കപ്പാണ് ഞാനിത് ഈ ഒരു കറുത്ത മുന്തിരി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡിനൊക്കെ നല്ലതാണ് കേട്ടോ, ബ്ലഡ് വയ്ക്കാനോ അതിനൊക്കെ. അപ്പോൾ ഇതുകൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മളുടെ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ലൈം ജ്യൂസ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ് ലൈം ജ്യൂസ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൽ അളന്ന് വെച്ചിട്ടുണ്ട്. ഈ ലൈം ജ്യൂസ് കൂടെ ഞാൻ ഇതിലോട്ട് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1.25 കിലോ ആണ് പഞ്ചസാര എടുക്കേണ്ടത് കേട്ടോ. ഈ പഞ്ചസാര കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 1.25 കിലോ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം നിങ്ങളുടെ ഒരു മധുരത്തിന്റെ അളവ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ അത് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം മറ്റേ വെള്ളമൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് കേടുവരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത്രയ്ക്ക് നന്നല്ല നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം കൂടെ ഇതിലോട്ട് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വെള്ളം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഈസ്റ്റ് ആണ് കേട്ടോ. ഇത് കൂടെ നമ്മളുടെ ഭരണിയിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മരത്തവി യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഒരു മരത്തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മരത്തവി തന്നെ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും തവി വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റീലിൻ്റെ ഇതിൻ്റെ ഒന്നും വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. കാരണം അത് കേടുവരാൻ ചാൻസ് ഉണ്ട് വൈന്. അപ്പോൾ വൈൻ എപ്പോഴും നമ്മൾ ഇളക്കുന്ന സമയത്ത് മരത്തവി ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു തവി അത് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്തായാലും ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം.
നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം ഇത് നമ്മളുടെ ഈ ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു തുണി എടുക്കാം. ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട്, ഒരു വൃത്തിയുള്ള തുണി എടുക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടച്ചിട്ട് ഇതിനെ ഒരു കയറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊന്ന് എയർ ടൈറ്റ് ആയി ഇരിക്കാനാണ് കേട്ടോ. കാരണം അധികം എയറിന് ഉള്ളിലോട്ട് കിടക്കരുത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം ഇത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇരുട്ടുള്ള ഒരു ഭാഗത്ത് എടുത്തു വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ ഈ ഒരു മരത്തവി വെച്ചിട്ട് ഒരേ സമയം ഒരേ ഡയറക്ഷനിലായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ഇന്നിപ്പോൾ എത്ര മണിക്കാണ് ഇളക്കിയത്, അതേസമയം നാളെ നിങ്ങൾ ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഒരു മരത്തവി വെച്ചിട്ട്. അപ്പം ഇങ്ങനെ നമ്മളൊരു 20 ദിവസം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 20 ദിവസത്തിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണാം. അങ്ങനെ 21 ദിവസത്തിന് ശേഷമുള്ള വൈനാണ് നിങ്ങൾ കാണുന്നത്. കണ്ടല്ലോ, ഒരുതരം പിങ്ക് കളർ മാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് പോലെയാണ് ആയിരിക്കുന്നത് കളറ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം താഴെയായിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈസ്റ്റും അതുപോലെ അരിയും പിന്നെ കുറച്ച് മുന്തിരിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് നല്ല വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മാത്രമായിട്ടാണ് ഊറ്റിയെടുക്കാൻ പോണത്. അങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന വേസ്റ്റാണിത്. ഇതിൽ വരുന്നതാണ് ഡെഡ് ഈസ്റ്റും ബാക്കി ആ ഒരു സെഡിമെന്റ്സ് ഒക്കെ. ഇത് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിത് നിറച്ച് വെക്കേണ്ട ബോട്ടിലുകൾ എടുത്തതിന് ശേഷം ഒരു ഫണലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പുറത്തു പോവാതെ ഈ ഒരു വൈന് മൊത്തമായിട്ട് നമുക്ക് നമ്മുടെ കുപ്പികളിലോട്ട് നിറച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ചുരുങ്ങിയത് ഒരു 5 ദിവസമെങ്കിലും സൂക്ഷിച്ചതിന് ശേഷം നമുക്കിതെടുത്ത് കുടിച്ചു നോക്കാവുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മളൊരു 35 ദിവസത്തിന് ശേഷം എടുത്ത കുപ്പിയാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 21 ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജാറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മളൊരു 5 ദിവസമെങ്കിലും ഒന്ന് കുപ്പിയിലാക്കി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 10 ദിവസമൊക്കെ വെച്ചിട്ടുണ്ടാവും, 10-12 ദിവസമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കാണുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഇൻട്രോം ഔട്ടറും കൂടെ ഒപ്പം എടുത്തു എന്നുള്ളൂ. ഞാൻ ഇത് ഉണ്ടാക്കുന്നതൊക്കെ മുന്നേ എടുത്തു വെച്ചാണ് കേട്ടോ ആ വീഡിയോസൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് നിറത്തിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ല പ്യുവർ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുകളിലൊന്നും നമുക്ക് അതിന്റെ മട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഒരു ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു നോക്കാം. കേട്ടോ, ഗ്ലാസ് കുറച്ച് മതി, കുറച്ചെടുക്കണുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, നമ്മുടെ കറുത്ത മുന്തിരിയുടെ ഒക്കെ അടിപൊളി മണം വരുന്നുണ്ട്. പിന്നെ റൈസ് കൂടി ഇട്ടുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഇത് കിട്ടും കേട്ടോ. കുറച്ചുകൂടെ നല്ല എന്താ പറയുക, സ്ട്രോങ് ആയിരിക്കും. സൂപ്പറായിട്ട് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് ഇതാവുണ്ട്, എന്താ പറയുക, നമുക്ക് നല്ലൊരു ഘാട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ റൈസ് ആയതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക, ഇത്രത്തോളം നല്ലോണം ഘാട്ട് നമുക്ക് വരുന്നത്. ഇല്ലാന്ന് വെച്ചാൽ റൈസ് ഇട്ടില്ല എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഇത് കിട്ടില്ല. നമ്മൾ സാധാരണ ഗ്രേപ്പ് വൈനിനെക്കാളും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു സ്ട്രോങ് ആയിട്ട് നല്ല ഇതിൽ വരുന്ന ഒരു ഘാട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം എന്തായാലും പിന്നെ മധുരം നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് മധുരത്തിൻ്റെ ഇത് കിട്ടിക്കൊണ്ടിരിക്കില്ല. ആവശ്യത്തിന് ഒരു ഇതിലാണ് ഉള്ളത് മധുരം കേട്ടോ. ശരിക്കും ഇത്രേ പാടുള്ളൂ. നമുക്ക് വൈൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മധുരം ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഓവർ സ്വീറ്റ് ആവുന്ന മാത്രമേ ഉള്ളൂ. നമുക്കൊരു ജ്യൂസ് കുടിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് മധുരം ഇട്ടാൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഈസ്റ്റൊക്കെ അതിൽ ഇതായിട്ട് ഈസ്റ്റ് ഡെഡായി പൊയ്ക്കോളും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മധുരം ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കാം. നല്ല കിടിലൻ സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 21 ദിവസമാണ് മസ്റ്റ്. അതിന് ശേഷം നമ്മൾ എത്ര ദിവസം വെക്കണോ അത്രത്തോളം നല്ലതായിരിക്കും. അതായത് കുപ്പിയിലോട്ട് മാറ്റി എത്ര ദിവസം വെക്കണോ അത്രയ്ക്ക് നന്നായിട്ട് വരും. എന്തായാലും ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ഒന്നും ഇല്ലാത്ത ഭാഗത്ത് സ്റ്റോർ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. ഒരുപാട് ലേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫെർമെന്റേഷനോ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.